ബനു മുസ്തലഖ് യുദ്ധത്തിന്റെ സമയത്ത് ആയിഷ ബീവിയുടെ മാല നഷ്ടപ്പെട്ടപ്പോഴേ അത് തെരയാൻ പോയ ആയിഷ ബീവിയെ ആ സംഘം മറന്നുപോയി, അല്ലെങ്കിൽ ആ സംഘത്തിന്റെ കൂടെ കൂട്ടാൻ പറ്റിയില്ല. അവസാനം ആ മാല തെരഞ്ഞതിന് ശേഷം ക്ഷീണത്തോടെ അവിടെ ഇരിക്കുന്ന ആ സമയത്താണ് സഫ്വാൻ എന്ത് ചെയ്യുന്നത്, ആയിഷ ബീവിയെ കാണുന്നതും അങ്ങനെ തൻ്റെ ഒട്ടകപ്പുറത്ത് കയറ്റി യാത്ര ചെയ്യുന്നതും. അവസാനം അത് അപവാദമായിട്ട് ആയിഷയും സഫ്വാനും തമ്മിൽ എന്തോ ഉണ്ടട്ടോ എന്ന് ആളുകൾ തമ്മിൽ പ്രചരണം പറഞ്ഞ സമയത്താണ് ആയിഷ ബീവി ഇതൊന്നും അറിയുന്നില്ല എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഒരു സമയത്ത് ആയിഷ ബീവി ഇതറിഞ്ഞ സമയത്ത് അതിനെക്കുറിച്ച് അവർ പറയുന്നത്, ഞാൻ ആ രാത്രികളിലും ഞാൻ ഉറങ്ങിയിട്ടില്ല, ഉറക്കം എൻ്റെ കണ്ണുകളിൽ സുറുമ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ കാവ്യാത്മകമായ സംസാരമാണത്. ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്കൊരു രാത്രിയിലും ഉറക്കം എനിക്ക് ലഭിച്ചിട്ടില്ല, എന്നിൽ ഉറക്കം എൻ്റെ കണ്ണുകളിൽ സുറുമ എഴുതിയിട്ടില്ല എന്നതാണ് അവർ വേദനയോടുകൂടി ആ സംഭവത്തെ അനുസ്മരിക്കുന്നത്. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിൽ പറയുന്നത്, നിങ്ങളുടെ അടുക്കലേക്ക് ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും വലാകിൻ ഖൈറുൻ ലക്കും. നിങ്ങൾ കരുതരുത് അത് നിങ്ങൾക്ക് തെറ്റാണെന്ന്, പക്ഷെ നിങ്ങൾക്കത് നന്മയാണ്. ഒരു കൂട്ടർ നിങ്ങളുടെ അടുത്തിലേക്ക് അപവാദവും കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാണിത് വിശ്വസിച്ചത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇഫ്കു മുബീൻ, കപടമാണിത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഒരു പതിവ്രതയായ പെണ്ണിന്റെ നേരെ അപവാദം ഉന്നയിക്കുന്ന സമയത്തെ നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്നൊരു പാഠം കൂടി തീർച്ചയായും ഈ ഒരു പാഠത്തിലൂടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വേദിയിലിരിക്കുന്ന ബഹുമാനിയായ ഉദ്ഘാടക, ഈ പരിപാടിയുടെ അധ്യക്ഷ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി പ്രതിഭയാണ് ആയിഷ, പ്രചോദനവും എന്ന ഈ പരിപാടി ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നാം നടത്തിയത് ആ ലക്ഷ്യം നാഥൻ പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. തീർച്ചയായും വളരെ സന്തോഷമുള്ള ഒരു സമയമാണിത്. ഉദ്ഘാടക പ്രഭാഷക പറഞ്ഞതുപോലെ ആയിഷ ബീവിയെ അറിയാത്തത് കൊണ്ട് എന്നെ നിങ്ങൾ അതിഥിയായി വിളിച്ചതല്ല, മറിച്ച് ആയിഷ ബീവിയെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്ന ഒരു ദൗത്യം സമകാലിക സമൂഹത്തിലുണ്ട് എന്ന തികഞ്ഞ ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നതാണ് നിങ്ങളോട് അവർ പറഞ്ഞത്. ആരായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ എന്ന ചോദ്യത്തിന് പൊതുസമൂഹത്തിന് പറയുവാനുള്ള മറുപടി വളരെ ചെറുതാണെന്ന് നമുക്കറിയുവാൻ സാധിക്കും. വളരെ ചെറുതാണത്. അവർ പറയുക, ആയിഷ എന്നാൽ പ്രവാചകൻ വിവാഹം ചെയ്ത ഒരു പെൺകുട്ടി. 2 അക്കങ്ങളിൽ മാത്രമാണ് ആയിഷയെക്കുറിച്ചുള്ള അവരുടെ വിദ്യാഭ്യാസം. 6 വയസ്സുള്ളൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു പ്രവാചകൻ. അതല്ല എങ്കിൽ 9 വയസ്സ് പ്രായത്തിൽ അവരോടൊപ്പം മധുവിധു ആഘോഷിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഒരു വായന മാത്രമായിരിക്കാം ഇസ്ലാമിനെ കുറിച്ചും ആയിഷ ബീവിയെ കുറിച്ചും വായിക്കുമ്പോൾ പൊതുസമൂഹത്തിനുള്ള അറിവ് എന്നതിൽ കൊണ്ടാണ് തീർച്ചയായും ഈ ഒരു പരിപാടി പ്രസക്തമായി തീരുന്നത്. നുപൂർ ശർമ്മ എന്ന് പറയുന്ന വംശീയ വർഗീയ വിദ്വേഷം പ്രസവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ആളിൽ നിന്നും നമ്മൾ ഇതിലപ്പുറമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യസന്ധമായി പഠിക്കുവാൻ തീരുമാനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, നേരത്തെ ഉദ്ഘാടക പറഞ്ഞതുപോലെ, ആളുകൾ വിമർശിച്ചു കൊണ്ടേയിരിക്കട്ടെ, അങ്ങനെയെങ്കിലും ആയിഷയെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ആളുകൾ ഇനിയും പഠിച്ചു കൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ടാണ് അവർ നുപൂർ ശർമ്മ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് വേണ്ടിയും ഹിദായത്ത് നൽകണേ എന്നുള്ള പ്രാർത്ഥന ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിതം നയിച്ച, നേരത്തെ അവർ സൂചിപ്പിച്ചല്ലോ, 8 വർഷക്കാലം കൊണ്ട് ഒരു യൂണിവേഴ്സിറ്റിയാകുവാൻ സാധിച്ച ആയിഷ ബീവിയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാവണമെങ്കിൽ ഏകദേശം 17 വർഷക്കാലം പൂർത്തിയാവണമെന്നതുകൊണ്ട് അപ്പോഴും നിങ്ങൾക്കൊരു ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വിജ്ഞാനത്തിൻ്റെ അളവും തോതും എത്രയുമെന്നും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, ആയിഷ എവിടെ എത്തി നിൽക്കുന്നു എന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് നിങ്ങൾ ഇവളിൽ നിന്നും വിദ്യാഭ്യസിക്കുക എന്ന് അഭിമാനപൂർവ്വം ആത്മവിശ്വാസത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയുവാൻ സാധിച്ചത്. ദാമ്പത്യത്തെക്കുറിച്ച് ധാരാളം സൈക്കോളജിക്കൽ എലമെന്റുകളെ കുറിച്ച് കേട്ടിട്ടുള്ളവരാണ് നമ്മൾ. അതിനെക്കുറിച്ചുള്ള ടിപ്സുകളായിരിക്കും അധികവും ചെറിയ ചെറിയ വെബ്സൈറ്റുകളിൽ, ഓൺലൈൻ വെബ്പോർട്ടുകളിൽ എങ്ങനെ ദാമ്പത്യ ജീവിതം മധുരമനോഹരമാക്കാം എന്നതിനെക്കുറിച്ച് ടിപ്പുകൾ വായിച്ചിട്ടുള്ളവരായിരിക്കും നമ്മൾ.
ഏറ്റവും കൂടുതൽ ഇണയിൽ നിന്നും പുരുഷൻ പ്രതീക്ഷിക്കുന്നത് 1, 2, 3, 4 അങ്ങനെ 10 കാര്യങ്ങൾ. പെണ്ണിൽ നിന്നും പുരുഷൻ പ്രതീക്ഷിക്കുന്നതും പുരുഷനിൽ നിന്നും ഒരു ഇണ പ്രതീക്ഷിക്കുന്നതും എങ്ങനെയാണ് ഭാര്യ ഭർത്താവിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് തുടങ്ങിയ ടിപ്പുകളുടെ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ആയിഷ ബീവിയെ സത്യസന്ധമായിട്ടൊന്ന് വായിക്കുവാൻ തയ്യാറാകണമെന്നതാണ് ആദ്യമായിട്ട് തീർച്ചയായും പൊതുസമൂഹത്തോടുകൂടി നമ്മൾക്ക് ആദ്യമേ പറയുവാനുള്ളത്. ആയിഷ ബീവിയെ കുറിച്ച് പ്രമുഖ സഹാബിയായ താബിയായ ഒരുപാട് സഹാബികളിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ചിട്ടുള്ള താബിയായ അതാ ഇബ്നു റബാഹ അദ്ദേഹം പറയുന്നുണ്ട് ആയിഷ ബീവിയെ കുറിച്ച്, കാനത്ത് ആയിഷ അഫ്ഖഹന്നാസ് വഅലമന്നാസി വഅഹ്സനന്നാസി വറഅയം ഫിൽ ആമ്മ. അവർ അങ്ങേയറ്റത്തെ അഗാധയായ പണ്ഡിതയായിരുന്നു, കർമ്മശാസ്ത്ര വിദഗ്ധയായിരുന്നു. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആളായിരുന്നു അവർ മറ്റു ജനങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച ഒരു സ്ത്രീ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അവർ. മാത്രമല്ല ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യത ലഭിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ആയിഷ ബീവി എന്ന് അദ്ദേഹം ആയിഷ ബീവിയുടെ കൂടി ശിഷ്യനായ അദ്ദേഹം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നേരത്തെ ഇവിടെ പല പ്രഭാഷണങ്ങളിലും സൂചിപ്പിച്ചു, ആയിഷ ബീവിയെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു പ്രായത്തിൽ കുടുങ്ങിക്കിടക്കാതെ, ഒരു അക്കത്തിൽ കുടുങ്ങിക്കിടക്കാതെ ആയിഷ എന്ന് പറയുന്ന മഹാവിസ്മയത്തെ കുറിച്ചുകൂടി ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകണമെന്നത് തന്നെയാണ് തീർച്ചയായും ഈ ക്യാമ്പയിനിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും അത്തരത്തിൽ ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ. കാരണം ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ഒരു നറേഷൻ ഉണ്ട്. ഒരു പെണ്ണ്, അയ്യോ ഒരു പാവം പെണ്ണ്, 6-ാം നൂറ്റാണ്ടിൽ ഒരു പെണ്ണ് അടിമയായിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ ജീവിച്ച പാവം പെണ്ണെന്ന ഒരു നറേഷനിൽ നിന്നും ആയിഷ ബീവിയെ കുറിച്ച് പറയുന്നത് ഹജ്ജ് ചെയ്യുവാൻ പോകുമ്പോൾ, ഉംറ ചെയ്യുവാൻ പോകുമ്പോൾ അവിടെ ഒരു ശിഷ്യഗണം അവരിൽ നിന്നും വിദ്യാഭ്യസിക്കുവാൻ, ചോദ്യങ്ങൾ ചോദിക്കുവാൻ, ഫത്വ തേടുവാൻ വേണ്ടി ഒരു ശിഷ്യഗണം തന്നെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ അവർ ഒരുമിച്ച് കൂടുമായിരുന്നു എന്നും ആയിഷ ബീവി അവർക്ക് കൃത്യമായിട്ട് അറിവുകൾ പകർന്നു കൊടുക്കാറുണ്ടായിരുന്നുവെന്നുള്ളതും ചരിത്രം സാക്ഷിയാണ്. നമ്മളുടെ മുൻഗാമികളായ ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിലപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ വായിക്കുന്ന ന്യൂസ് ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക നടീനടന്മാർ വിവാഹമോചിതരാവുന്നതിനെ കുറിച്ചായിരിക്കും, അല്ലേ? നായികനായകന്മാർ. അതിനുള്ള പ്രധാന കാരണമായിട്ട് അവർ പറയാതെ പറയുന്ന ചില കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണിൻ്റെ അവളുടെ സർഗാത്മക ആവിഷ്കാരത്തെയും അവരുടെ കഴിവിനെയും അവൻ അംഗീകരിക്കുന്നില്ല. ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നു. ഞാൻ വലിയൊരു പ്രതിഭയാണ്, എനിക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുവാൻ സാധിക്കുന്നു, അദ്ദേഹത്തിനേക്കാളും ഉയർന്ന അഭിനയ മികവുള്ള, നൃത്ത മികവുള്ള, ഒരുപാട് കാര്യങ്ങളിൽ കലാപരമായിട്ട് ധാരാളം ശേഷിയുള്ള എന്നെ അദ്ദേഹത്തിന് അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് അവർ പറയാതെ പറഞ്ഞു പോകുന്ന വസ്തുത. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ആയിഷ ബീവിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചത് എന്ന്, ആയിഷ ബീവിയെ എങ്ങനെയാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ, സഹാബാക്കൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയത് എന്ന് ചോദിക്കുമ്പോഴാണ് തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെ കുറിച്ചുകൂടി നമ്മൾ സംസാരിക്കേണ്ടി വരിക. സിമോൺ ദ ബുവയുടെ വിഖ്യാതയായ ഒരു എഴുത്തുകാരിയാണ് അവരുടെ ദ സെക്കൻഡ് സെക്സ് എന്ന പുസ്തകത്തിൽ ഒരുപാട് സാഹിത്യകാരന്മാരുടെ ഭാര്യമാരെ കുറിച്ച്, സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അറിയപ്പെടുന്ന ഫെമിനിസ്റ്റായ അവർ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ. അതിൽ അവർ പറയുന്നത് ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ്റെ ഭാര്യ സോഫിയയുടെ ഒരു പരാമർശം ആ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ പുസ്തകത്തിൽ സോഫിയ പറയുന്നത്, ഞാൻ തയ്യൽക്കാരിയാണ്, അല്ലെങ്കിൽ ഞാൻ വസ്ത്രങ്ങൾ തയ്ച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ കുടുംബം ഞാൻ പുലർത്തുന്നത്. അദ്ദേഹം എഴുത്തുകാരനാണല്ലോ, നിങ്ങൾക്കൊക്കെയും അറിയാവുന്ന ലോകത്ത് അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം കുടുംബത്തിന് വേണ്ടി ഒന്നും ചിലവഴിക്കാറില്ല. അദ്ദേഹം മക്കളുടെ വിദ്യാഭ്യാസമോ അവരുടെ ഭക്ഷണമോ അദ്ദേഹത്തിൻ്റെ കൺസേണേ അല്ല. അദ്ദേഹം ഒരു എഴുത്തുമുറിയിലിരുന്ന് എഴുതുന്ന ഒരു വിശ്വവിഖ്യാതനായ എഴുത്തുകാരനാണ്. പക്ഷെ ഞാനോ, എൻ്റെ കുടുംബം ഞാനാണ് കൊണ്ടുപോകുന്നതെന്ന് വളരെ പ്രയാസത്തോടുകൂടി സോഫിയ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ, ആയിഷ ബീവിയുടെയും പ്രവാചകന്റെയും ദാമ്പത്യത്തെ കുറിച്ച് പറയുമ്പോൾ എത്ര മനോഹരമായ അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയെ കുറിച്ച് വായിക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നും നമുക്ക്. നേരത്തെ സൂചിപ്പിച്ചു ഞാൻ, ടിപ്സുകളെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കുമ്പോഴും ആയിഷ ബീവിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരുമിച്ച് ഓട്ടമത്സരം നടത്തിയിരുന്ന ഒരു ദാമ്പത്യത്തെക്കുറിച്ച് നമ്മളിൽ എത്ര പേർക്കാണ് സങ്കല്പിക്കുവാൻ സാധിക്കുക? ഒരിക്കൽ ആയിഷ ബീവി ഒരു കവിത പാടുന്നുണ്ട്.
അബൂ കബീർ ഹദലിയുടെ ഒരു കവിത അവർ ആലപിക്കുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച്. മുബറഅൻ മിൻ കുല്ലി ഐരി ഹയലത്തിൻ വഫസാദി മുർലഅത്തിൻ വദാഇ മുഅയ്യലി. എന്നിട്ട് ആയിഷ ബീവി പറയാണ്, പ്രവാചകരെ നോക്കൂ ആ കവിതയുടെ അർത്ഥം. മാതൃഗർഭത്തിന്റെ എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായവൻ, മുലപ്പാല് കൊടുക്കുന്ന ആയയുടെ എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തനായവൻ, ഒരു പേമാരിയുടെ ഇടയിൽ കാണുന്ന മിന്നൽ പോലെ തിളങ്ങി നിൽക്കുന്നു അദ്ദേഹത്തിന്റെ മുഖം കാണാൻ എന്നാണ് ഈ കവി പറയുന്നത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ കവിത ഏറ്റവും യോജിക്കുക താങ്കൾക്കാണ് കേട്ടോ. അത് കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ നാളെ അന്ത്യനാളിൽ എല്ലാവരും നഗ്നരായിട്ടാണ് പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണത്? എല്ലാവരും പരസ്പരം നഗ്നത പ്രദർശിപ്പിച്ചിട്ടാണ് പ്രത്യക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ പരസ്പരം നഗ്നത കാണില്ലേ പ്രവാചകരെ എന്ന് ഒരു വഹി ലഭിച്ച സമയത്ത് ആ ആയത്ത് ഓതുന്ന സമയത്ത് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ആയിഷ ആ നഗ്നത എന്ന് പറഞ്ഞാൽ അതാരും കാണുകയില്ല, കാരണം ആർക്കും അത് നോക്കുവാൻ സമയം കിട്ടില്ല. നഫ്സി എന്നതായിരിക്കും ഓരോ മനുഷ്യൻ്റെയും വിലാപം. എൻ്റെ കർമ്മത്തിൻ്റെ പുസ്തകം, കർമ്മപുസ്തകം ഏത് കയ്യിലാണ് ഏൽപ്പിക്കപ്പെടുക എന്നുള്ള ഒരു ആധി മാത്രമാണ് എല്ലാ മനുഷ്യനും ഉണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കൂർമ്മമായ ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ, കവിതാശകലങ്ങളോടുകൂടി തൻ്റെ ഇണയോടൊത്ത് സംസാരിക്കുവാൻ. നേരത്തെ ആർത്തവത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ? ഒരു ഫീച്ചർ ഞാൻ വായിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. കേരളത്തിൽ തന്നെ ആർപ്പോ ആർത്തവം എന്ന് പറയുന്ന മഹാഫെസ്റ്റ് നടത്തിയ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്കറിയാം. ആ സമയത്ത് ആയിഷ ബീവിയെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്ത്രീയാണ് പറയുന്നത് ഞാൻ അനുഭവിച്ച ഐത്തത്തെക്കുറിച്ച്. ആയിഷ ബീവി പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ മടിയിൽ തലവെച്ച് ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു ഞാൻ ആർത്തവകാരിയായിരിക്കെ എന്ന്. ആർത്തവത്തിന്റെ ബാലപാഠങ്ങളെക്കുറിച്ച് അതെങ്ങനെ ശുദ്ധീകരിക്കണം എന്നതിനെക്കുറിച്ചും ആയിഷ ബീവി സഹാബികൾ വനിതകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആയിഷ ബീവിയെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ ജീവിച്ചിരുന്ന 40 വർഷക്കാലം സഹാബാക്കൾക്ക് അവർ പകർന്നു നൽകിയ വിജ്ഞാനത്തെക്കുറിച്ചുകൂടെ നിങ്ങൾ പഠനവിധേയമാക്കുക. എന്നിട്ട് നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം, പക്ഷേ സത്യസന്ധമായി പഠിച്ചതിന് ശേഷം നിങ്ങൾ അതിനെ വിമർശിക്കുവാൻ തയ്യാറാവുക. നിങ്ങൾ ആ മനോഹരമായ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് നോക്കൂലേ? വളരെ സൂക്ഷ്മമായ പ്രണയത്തിന്റെ നിമിഷങ്ങളിൽ പോലും ജാഗ്രത പാലിച്ച പ്രവാചകനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ കുടിച്ച വെള്ളം അതവിടെ ഒരു പാത്രത്തിൽ, ഞാൻ കുടിച്ച വെള്ളത്തിന്റെ പാത്രം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്നും കുടിക്കുമ്പോൾ എവിടെയാണോ ഞാൻ ചുണ്ടുവെച്ചത് അവിടെ തന്നെ ചുണ്ടുവെക്കുവാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. മനോഹരമായ പ്രണയത്തിന്റെ വളരെ വളരെ നിസാരമെന്ന് നമ്മൾ തോന്നുന്ന നിമിഷത്തെ പോലും നഷ്ടപ്പെടുത്തരുത് എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രണയപാഠങ്ങളെക്കുറിച്ച് നമുക്ക് എന്താണ് അറിയുവാൻ സാധിക്കുക? നേരത്തെ സൂചിപ്പിച്ചു, 2 വിഷയങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അവതരിപ്പിച്ചത്. അതിൽ ഒന്ന് അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ആ 2 കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാലോ, ബനൂ മുസ്തലഖ് യുദ്ധത്തിന്റെ സമയത്ത് ആയിഷ ബീവിയുടെ മാല നഷ്ടപ്പെട്ടപ്പോഴേ അത് തിരയാൻ പോയ ആയിഷ ബീവിയെ ആ സംഘം മറന്നുപോയി, അല്ലെങ്കിൽ ആ സംഘത്തിന്റെ കൂടെ കൂട്ടാൻ പറ്റിയില്ല. അവസാനം ആ മാല തെരഞ്ഞതിന് ശേഷം ക്ഷീണത്തോടെ അവിടെ ഇരിക്കുന്ന ആ സമയത്താണ് സഫ്വാൻ എന്ത് ചെയ്യുന്നത്, ആയിഷ ബീവിയെ കാണുന്നതും അങ്ങനെ തൻ്റെ ഒട്ടകപ്പുറത്ത് കയറ്റി യാത്ര ചെയ്യുന്നതും. അവസാനം അത് അപവാദമായിട്ട് ആയിഷയും സഫ്വാനും തമ്മിൽ എന്തോ ഉണ്ടട്ടോ എന്ന് ആളുകൾ തമ്മിൽ പ്രചരണം പറഞ്ഞ സമയത്താണ് ആയിഷ ബീവി ഇതൊന്നും അറിയുന്നില്ല എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഒരു സമയത്ത് ആയിഷ ബീവി ഇതറിഞ്ഞ സമയത്ത് അതിനെക്കുറിച്ച് അവർ പറയുന്നത്, ഞാൻ ആ രാത്രികളിലും ഞാൻ ഉറങ്ങിയിട്ടില്ല, ഉറക്കം എൻ്റെ കണ്ണുകളിൽ സുറുമ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ കാവ്യാത്മകമായ സംസാരമാണത്. ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്കൊരു രാത്രിയിലും ഉറക്കം എനിക്ക് ലഭിച്ചിട്ടില്ല, എന്നിൽ ഉറക്കം എൻ്റെ കണ്ണുകളിൽ സുറുമ എഴുതിയിട്ടില്ല എന്നതാണ് അവർ വേദനയോടുകൂടി ആ സംഭവത്തെ അനുസ്മരിക്കുന്നത്. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിൽ പറയുന്നത്, നിങ്ങളുടെ അടുക്കലേക്ക് ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും വലാകിൻ ഖൈറൻ ലക്കും. നിങ്ങൾ കരുതരുത് അത് നിങ്ങൾക്ക് തെറ്റാണെന്ന്, പക്ഷെ നിങ്ങൾക്കത് നന്മയാണ്.
ഒരു കൂട്ടർ നിങ്ങളുടെ അടുത്തിലേക്ക് അപവാദവും കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാണിത് വിശ്വസിച്ചത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇഫ്ക് മുബീൻ, കപടമാണിത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഒരു പതിവ്രതയായ പെണ്ണിൻ്റെ നേരെ അപവാദം ഉന്നയിക്കുന്ന സമയത്തെ നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന ഒരു പാഠം കൂടി തീർച്ചയായും ഈ ഒരു പാഠത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും. രണ്ടാമതൊന്ന് സൂറത്തുൻ നിസായിലെ 43-ാമത്തെ ആയത്തിലെ തയമ്മുമായി ബന്ധപ്പെട്ട വിധിയാണ്. ഇതേപോലെ തന്നെ മാല നഷ്ടപ്പെട്ട ഒരു സംഭവമാണത്. ഒരു സംഘത്തിൻ്റെ കൂടെ ആയിഷ ബീവിയും കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ആയിഷ ബീവി അവരുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാത്തുൽ ജയ്ഷ് എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോൾ ആയിഷ ബീവിയുടെ മാല കളഞ്ഞുപോയി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അങ്ങനെ മാല തിരയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ആളുകളോട് പറഞ്ഞു, ഇവിടെ എന്ത് ചെയ്യുക, തമ്പടിക്കുക, കാരണം മാല തിരഞ്ഞ് കാണുന്നില്ല. അങ്ങനെ യാത്രാ സംഘം വെള്ളമൊന്നുമില്ലാത്ത, പെട്ടെന്ന് തമ്പടിക്കുകയാണല്ലോ, വെള്ളമൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് തമ്പടിക്കേണ്ടി വന്നു. അങ്ങനെ അവിടെ ഇരുന്ന സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബാക്കൾ പോയി പരാതി പറയുന്നുണ്ട്. പ്രവാചകന്, അബൂബക്കർ സിദ്ദീഖ്, താങ്കളുടെ മകൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? നമസ്കാരത്തിൻ്റെ സമയമായല്ലോ, എന്തൊരു പ്രയാസമുള്ള സമയമാണിത്. ഞങ്ങൾ എങ്ങനെയാണ് വുളൂഎടുത്ത് നമസ്കരിക്കുക? ഞങ്ങളുടെ നമസ്കാരം ഞങ്ങൾ എങ്ങനെയാണ് പിന്തിപ്പിക്കുക എന്ന് അവർ സങ്കടഹരജി ബോധിപ്പിച്ച സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകളുടെ അടുക്കലേക്ക് പോകുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയാണ്. അപ്പം മോളോട് പോയി പറയണത്, നീ എന്തൊക്കെ പരിപാടി കാണിക്കുന്നത്? എന്തിനാണ് ആയിഷ നീ ഇങ്ങനെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത്? ആളുകൾ നിന്നെക്കുറിച്ച് പറയുന്നത് കേൾക്കൂ. എന്തിനാണ് ആയിഷ നീ ഇങ്ങനെ പ്രയാസം സൃഷ്ടിക്കുന്നത്? അങ്ങേയറ്റം കോപം തോന്നിയപ്പോഴേ അവരുടെ പാർശ്വഭാഗത്തൊരു കുത്തു കൊടുത്തു എന്നാണ്. അപ്പോൾ ആയിഷ ബീബി പെട്ടെന്നൊന്ന് പൊളഞ്ഞു. പക്ഷേ അനങ്ങാതെ മെല്ലെ അവിടെ ഇരുന്നു എന്നാണ്. കാരണം പ്രവാചകന്റെ, തൻ്റെ പ്രിയതമൻ്റെ ഉറക്കത്തിന് എന്ത് ചെയ്യരുത്, ഒരു വിഘ്നവും സംഭവിക്കരുത്, ഒരു തടസ്സവും നേടരുത് എന്നതാണ് പ്രിയതമയായ ആയിഷയുടെ ആഗ്രഹം. അങ്ങനെ അവർ അനങ്ങാതിരിക്കുന്നുണ്ട്. പിറ്റേന്ന് പ്രഭാതമായപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് മനസ്സിലാവുന്നത്. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ വഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നത്. ഇൻ കുൻതും മർളാ ഔ അലാ സഫരിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ആഇദ്, നിങ്ങൾ യാത്രയിലാണെങ്കിൽ, രോഗിയാണെങ്കിൽ, നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് ശേഷം വന്നാൽ നിങ്ങൾക്ക് വെള്ളം ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ തയമ്മും ചെയ്യുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ രോഗിയായിരിക്കുന്ന സമയത്ത്, യാത്രക്കാരനായിരിക്കുന്ന സമയത്ത് തയമ്മും ചെയ്യുമ്പോൾ ആയിഷ ബീവിയെയാണ് നമ്മൾ ഓർക്കുന്നത്. അതുകൊണ്ടാണ് ഈ സംഭവത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രിയ മകൾ ആയിഷ ബീവിയോട് വന്ന് പറയുന്നത്, എൻ്റെ പൊന്നാര മോളെ, നീ കാരണം എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുമേൽ ചൊരിഞ്ഞിരിക്കുന്നത് എന്ന്. തീർച്ചയായും മനോഹരമായ പ്രണയത്തിൻ്റെ, വിജ്ഞാനത്തിൻ്റെ ഉന്നതിയുടെ, സ്വഭാവ ശ്രേഷ്ഠതയുടെ, ഒരു ദിവസം അറഫ നോമ്പ് നോക്കുന്ന സമയത്ത്, ഉഷ്ണത്തിൻ്റെ സമയത്ത് വിയർത്തൊലിക്കുന്ന ആയിഷ ബീവിയോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങളിങ്ങനെ ഈ പ്രയാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത്? അപ്പോൾ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്ന അറഫ നോമ്പിൽ ഞാൻ എന്തിനാണ് നോമ്പെടുക്കാതിരിക്കുന്നത്? തീർച്ചയായും ഈ ഒരു ആയിഷ ബീവിയെ നമുക്ക് പഠിക്കുവാൻ സാധിക്കണം. സമകാലിക സാഹചര്യത്തിൽ സൈക്കോളജി പറയുന്ന, ദാമ്പത്യത്തെക്കുറിച്ച് പറയുന്ന, വൈജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന, ഫെമിനിസത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും വുമൺ എംപവർമെൻറ്റിനെയും കുറിച്ച് സംസാരിക്കുന്നവർ ആയിഷയെക്കുറിച്ച് പഠിക്കട്ടെ എന്ന ഒരു മുദ്രാവാക്യം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.